ഇവിടെ ജോയിൻ ചെയ്യാൻ വന്ന ദിവസം മിസ് ആലീസ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവസാന കാലത്ത് അമ്മയുടെ അടുത്ത് ശുശ്രൂഷിക്കാനുണ്ടാകുന്നതാണ് ജോലിയിലെ പ്രോസ്പെക്ട്സിനെക്കാളും വലുതെന്ന്. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. യു നോ വൈ? എൻ്റെ ജീവിതത്തിൽ വേണ്ടപ്പോൾ ഞാൻ ഓർക്കാനും മറന്നുപോയ ഒരു പാഠമാണത്. ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെപ്പറ്റി തന്നെ മറന്നുപോയി. പിന്നല്ലേ അച്ഛനമ്മമാരെ ഓർക്കുക. ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതുമാത്രമായിരുന്നില്ല അവർക്ക് ആവശ്യം. എൻ്റെ സാമീപ്യം, സ്നേഹം, ശുശ്രൂഷ ഒന്നും ഞാൻ അവർക്ക് കൊടുത്തില്ല. അത് റിയലൈസ് ചെയ്തപ്പോഴത്തേക്കും ഇറ്റ് വാസ് ഓൾറെഡി ലേറ്റ്. ഇപ്പോഴും ആ കുറ്റബോധം എന്റെ മനസ്സിലുണ്ട്. യു ഡോണ്ട് ഹാവ് ടു സർ. അന്ന് ചെയ്ത ആ തെറ്റിന് ഇന്ന് ഒരുപാട് വലിയ ശരികൾ കൊണ്ട് സാറ് പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ടല്ലോ. സമാധാനം ഇരിക്കൂ. സാറിന്റെ അച്ഛന്റെ അമ്മയുടെ ആത്മാവ് ഈ ശരികൾ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. തീർച്ച. ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിവുള്ള മറ്റൊരാളെ കണ്ടെത്തുക അപൂർവമായ ഒരു ഭാഗ്യമാണ്. താങ്ക് യു മിസ് ആലീസ്. താങ്ക് യു. കേട്ടോളൂ ഡോക്ടറെ, പട്ടാളത്തിൽ വെച്ച് എനിക്ക് തോന്നിയിരുന്നു മറ്റുള്ളവരെ തോൽപ്പിക്കുന്നത് മാത്രമാണ് ശരിയെന്ന്. ഇപ്പോഴോ? തോറ്റു കൊടുക്കുന്നതിലും ചില ശരികളുണ്ടെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തല്ല, ചില പ്രത്യേക ആളുകളുടെ മുമ്പിൽ മാത്രം അല്ലേ? ഇന്നത്തെ തപാൽ വന്നോ സ്റ്റീഫ? എനിക്ക് കത്ത് വല്ലതുണ്ടോ? ഞാൻ നോക്കിയില്ല. കൊച്ചേ, ദിവസവും നീ എഴുതുന്ന കത്തുകൾ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിന്റെ അടുത്തെത്താൻ എനിക്ക് തിടുക്കമാകുന്നു. ലീവ് കിട്ടും വരെ, അല്ലെങ്കിൽ ട്രെയിനിങ് കഴിയും വരെ എങ്ങനെ ക്ഷമിക്കുമെന്നാണ് എന്റെ പേടി. എന്ന് കരുതി ചാടിപ്പോരാനൊന്നും നോക്കല്ലേ. മോളെ, ഒരു ഉപകാരം ചെയ്യുവോ? എന്താ വേണ്ടേ? ഒരെഴുത്തെഴുതണം എന്റെ മോന്. ഞാൻ പറയാറില്ലേ, തോമസ് കുട്ടി പട്ടാളത്തില്. അതിനെന്താ, ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞോളൂ, ഞാൻ എഴുതിയെടുക്കാം. തന്നെത്താൻ എഴുതാമെന്ന് വെച്ചാ മനസ്സ് പോണ വേഗത്തില് അക്ഷരം വരില്ല. വായിക്കാനും അവൻ കഷ്ടപ്പെടും. വേണ്ട, ഞാൻ എഴുതിത്തരാം. എന്റെ മോന്, അമ്മയ്ക്ക് ഇവിടെ സുഖം തന്നെ, ഒരല്ലലും കുറവുമില്ല. മോനതോർത്ത് വിഷമിക്കരുതേ. അവൻ എന്റെ കാര്യം ഓർത്തിട്ടുള്ള ആദ്യമായപ്പോഴും നേരാവണ്ണം ഭക്ഷണം കഴിക്കണം. വെയിലും മഞ്ഞും ഒന്നും കൊള്ളരുത്. വെടിവെപ്പോ ബഹളോ ഒക്കെ ഉണ്ടായാൽ മുമ്പിലെങ്ങും പോയി നിൽക്കരുത്. അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ മോനെ. 4 ആളുടെ മുമ്പില് ശൂരത്വം കാണിക്കൽ ഇത്തിരി കൂടുതലാവന്. ആ, നീ വരുമ്പോ ബീവാത്തുമ്മയ്ക്ക് ഒരു കരിമ്പടം കൊണ്ടുവരണം. കാർത്തിയാനിക്ക് വേണ്ട, അവർക്ക് ഇത്തിരി വമ്പ് കൂടുതലാ. ആ, അല്ലെങ്കിൽ പോട്ടെ, ഒരെണ്ണം കൊണ്ടുവന്നു. ഗതികെട്ട് വന്ന് കിടക്കുകയല്ലേ പാവം. ഗോവിന്ദപിള്ള ചേട്ടൻ ഒരു മഫ്ലർ. പിന്നെ അവരുടെ കാര്യമൊക്കെ പോട്ടെ, അമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരാൻ എഴുതേണ്ടത്? എനിക്കോ? എനിക്കൊന്നും വേണ്ട മോളെ. വല്ല വിധേനയും അവനൊന്നിങ്ങി വന്ന് കണ്ടാ മതി. ഇനി മോടെ ഇഷ്ടം പോലെ എഴുതിക്കോ ബാക്കി. അത് വായിക്കുമ്പോ എന്റെ മോന്റെ മനസ്സ് തണുക്കണം. ഒടുവിലൊരു 0 വരച്ചിട്ട് ഒരു കുരിശടയാളം ഇട്ടാ മതി. എന്റെ ഒപ്പം അവന് നന്നായിട്ടറിയാം. ആ, മറുപടി ഉടനെ അയക്കാൻ പ്രത്യേകം എഴുതണേ. പാവം മറിയാമ്മ. അതൊരു സാഡ് സ്റ്റോറിയാണ് മിസ് ആലീസ്. മറിയാമ്മയുടെ മകൻ 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ആ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ അവരുടെ ബോധമനസ്സ് തയ്യാറില്ല. ഡോക്ടർ കുര്യാക്കോസിന്റെ നാട്ടുകാരിയാണ് അവർ. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതായ അവരെ ഈ മാനസികാവസ്ഥയോടെ ഇവിടെ കൊണ്ടാക്കിയത് ഡോക്ടറാണ്.
തോമസ് കുട്ടിക്കുള്ള കത്ത് അയച്ചോ മോളെ? ആ അയച്ചു. മറുപടി ഉടനെ വരുമായിരിക്കും. അതെ വരും, വൈകില്ല. അല്ലെങ്കിലും അവനായിട്ട് വൈകില്ല. ഞാനെന്ന് വെച്ചാ അത്രയ്ക്ക് ജീവനവന്. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂന്ന്. ആ ഇരിക്കൂ, കഴിച്ചോളൂ കഴിച്ചോളൂ. ഒരു പ്ലേറ്റ് കൂടി വിളമ്പാൻ പറ്റുമോ? എനിക്കാണ്. അല്ലെങ്കിൽ 4 പ്ലേറ്റ് വെക്കാം. ആലിസും തങ്കമണി സ്റ്റീഫനും കൂടി ഇരിക്കും, നമുക്ക് വിളമ്പി കഴിക്കാം. ഇരിക്കൂ ആലീസ്. ഇരിക്കുന്നേ. ഇരിക്കാം. സ്റ്റീഫൻ ഇരിക്കേ. ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴുള്ള രുചി ഞാൻ ഇത്ര നാളും മിസ് ചെയ്യായിരുന്നു. ഇനി ഞാനിവിടെ ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ തന്നെ മതി. സാറ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഒന്നൊന്ന് സന്തോഷം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് സാർ. കഴിക്കും കഴിക്കും. ഇനി ഈ ടിവിയുടെ ഉദ്ഘാടനം നമ്മുടെ ആർ.കെ. സാർ നിർവഹിക്കുന്നതാണ്. അയ്യോ, ഞാൻ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ടിവിയുടെ ഉദ്ഘാടനത്തിന് പ്രസംഗമൊന്നും വേണ്ട. ചുമ്മാ ദാ ആ സ്വിച്ച് വലത് കൈനീട്ടി ഓൺ With ചെയ്യാം, pleasure. അത്രേ വേണ്ടൂ. ഇന്ന് അവന്റെ കത്ത് വരുമെന്ന് മോൾ ഉറപ്പ് പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ കണിശമായിട്ട് വരുമെന്ന്. വേഗം പൊട്ടിച്ച് വായിക്കും മോളെ, എനിക്ക് കേൾക്കാൻ ധൃതിയായി. എന്റെ എത്രയും പ്രിയപ്പെട്ട അമ്മയ്ക്ക് അമ്മ അയച്ച കത്ത് കിട്ടി. അമ്മയ്ക്ക് അവിടെ വിശേഷമൊന്നുമില്ലെന്നും അമ്മ സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞതോടെ എനിക്ക് ആശ്വാസമായി. എനിക്ക് സുഖം തന്നെ. എന്നെക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കരുത്. കണ്ടോ മോളെ, പെറ്റമ്മയെ കുറിച്ചുള്ള അവന്റെ കരുതൽ കണ്ടോ? വായിക്കേ. ജോലി കൂടുതൽ ഉള്ളത് കൊണ്ടാണ് എപ്പോഴും കത്ത് എഴുതാത്തത്. ഒരെഴുത്തയക്കാനുള്ള സമയം ബാക്കി വെച്ചിട്ട് പോരെ ഈ ജോലിയൊക്കെ. അമ്മ സമാധാനപ്പെട്ടിരിക്കണം. ലീവ് കിട്ടാൻ കുറെ കൂടി താമസിക്കും. അയ്യോ മോളെ, തിടുക്കപ്പെട്ടാ പറ്റില്ല. ആവുന്നതും നേരത്തെ ഞാൻ വരാൻ നോക്കാം. അമ്മയ്ക്ക് പണമോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പണവും പണ്ടും ഒന്നുമല്ല എനിക്ക് വേണ്ടിയത്. അവനെ ഒന്ന് കാണുക. അതെന്താ അവൻ മനസ്സിലാക്കാത്തത്? വരണമെന്ന് ആശയുണ്ടായ മാത്രം മതിയോ അമ്മേ? അനുവാദം കൂടി കിട്ടണ്ടേ? അത് നേരാ. എന്നാലും പെറ്റ വയറല്ലേ മോളെ. സാരമില്ല, വരുമ്പോ വരട്ടെ. അവന്റെ കത്തെങ്കിലും വന്നല്ലോ, അത് മതി. എന്റെ പുണ്യാളന്മാരെ, എന്റെ മോനൊരാപത്തും വരുത്തരുതേ.